ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു പൊട്ടാറ്റോ ചീസ് ബോൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പുഴുങ്ങിയ ബട്ടാട്ടയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വലിയ 3 ബട്ടാട്ട എടുത്തിട്ട് നല്ലോണം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത പോലെ തന്നെ നമുക്കിത് നല്ല നൈസായിട്ട് തന്നെ സ്മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വീതം പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, ചാറ്റ് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്നില്ലെങ്കിൽ നമ്മളെ പച്ചമാങ്ങ ഡ്രൈ ആക്കി പൊടിച്ചതാണ്. അത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതില്ലെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂണിൽ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ മസാല പൗഡറും വെജിറ്റബിൾസൊക്കെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബട്ടാട്ട വേവിക്കുമ്പോഴും ഈ ചാറ്റ് മസാലയിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കി ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ കുറച്ച് ഈ ബട്ടാട്ട മിക്സ് എടുത്തതിന് ശേഷം ഒന്ന് റൗണ്ടാക്കി എടുക്കാം. ഇനി നമ്മുടെ കൈപ്പത്തിയിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിന് നടുവിലായി നമ്മൾ ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ക്യൂബാണ് നല്ലത്. ഇതിനായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്കിത് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറും 1 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചീസ് ബോൾസ് നമുക്ക് ഈ കോൺഫ്ലവർ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നന്നായി ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബോൾസ് ഓയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചീസ് ബോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓയിലിലേക്ക് ബോൾസ് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ നമ്മൾ സ്പൂൺ എടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ഈ ചീസ് ബോൾ പൊടിഞ്ഞു പോകും. ബോൾസ് ഇട്ടെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഒരു സൈഡ് വെന്താൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. ഇങ്ങനെ എല്ലാ ബോളും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ഇടാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.